നമസ്കാരം. ഇറാനിലെ ആണവ പദ്ധതിയെ ചുറ്റിപ്പറ്റിയുള്ള അന്താരാഷ്ട്ര ആശങ്കകൾ വീണ്ടും ഉയരുന്ന സാഹചര്യത്തിൽ ലോകരാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെക്കുന്ന ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. ഡൊണാൾഡ് ട്രംപ് നയിക്കുന്ന അമേരിക്കൻ ഭരണകൂടം ഇറാനിൽ നിന്ന് ഏകദേശം 970 പൗണ്ട് അഥവാ 400 കിലോഗ്രാം വരെ സമ്പുഷ്ടീകരിച്ച യുറേനിയം കരസേന ഉപയോഗിച്ച് പിടിച്ചെടുക്കുന്നതിനുള്ള സാധ്യതകൾ പരിശോധിക്കുന്നതായാണ് വിവരം. ആണവായുധ നിർമ്മാണത്തിന് ഉപയോഗിക്കാവുന്ന ഈ അത്യന്തം സങ്കീർണവും അപകടകാരിയുമായ പദാർത്ഥം കൈവശപ്പെടുത്തുക എന്നതാണ് ഈ നീക്കത്തിന്റെ പ്രധാന ലക്ഷ്യമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള നിബന്ധനയായി ഈ ആണവ പദാർത്ഥങ്ങൾ വിട്ടുനൽകാൻ ഇറാനെ സമ്മർദ്ദത്തിലാക്കാൻ ട്രംപ് തന്റെ ഉപദേശകർക്ക് നിർദ്ദേശം നൽകിയതായി വാൾ സ്ട്രീറ്റ് ജേർണൽ റിപ്പോർട്ട് ചെയ്തു. ഇറാന്റെ പക്കൽ ആണവ പദാർത്ഥങ്ങൾ സൂക്ഷിക്കാൻ അനുവദിക്കില്ല എന്ന് ട്രംപ് തന്റെ രാഷ്ട്രീയ സഖ്യകക്ഷികളോട് വ്യക്തമാക്കിയിട്ടുണ്ട്. ചർച്ചകളിലൂടെ ഇത് വിട്ടു നൽകാൻ ഇറാൻ തയ്യാറായില്ല എങ്കിൽ ബലപ്രയോഗത്തിലൂടെ അത് പിടിച്ചെടുക്കുന്നതിനെ കുറിച്ച് അദ്ദേഹം ചർച്ച ചെയ്തതായും റിപ്പോർട്ടിൽ പറയുന്നു. ഈ ഭീഷണി നിലനിൽക്കുമ്പോഴും പാകിസ്ഥാൻ പ്രതിനിധികൾ വഴി അമേരിക്കയും ഇറാനും തമ്മിൽ നടത്തുന്ന പരോക്ഷ ചർച്ചകളിൽ പുരോഗതി ഉണ്ട് എന്ന് ട്രംപ് സൂചിപ്പിച്ചു. വളരെ പെട്ടെന്ന് തന്നെ ഒരു കരാറിലെത്താൻ സാധിച്ചേക്കുമെന്നാണ് ട്രംപ് പറഞ്ഞത്. പാകിസ്ഥാൻ, ഈജിപ്ത്, തുർക്കി എന്നീ രാജ്യങ്ങൾ അമേരിക്കയ്ക്കും ഇറാനും ഇടയിൽ മധ്യസ്ഥരായി പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ ഇതുവരെയും യുഎസും ഇറാനും യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി നേരിട്ടുള്ള ചർച്ചകളിൽ ഏർപ്പെട്ടിട്ടില്ല. അതിനിടെ അമേരിക്കയ്ക്കും ഇസ്രയേലിനും എതിരായ യുദ്ധത്തിൽ നൽകുന്ന പിന്തുണയ്ക്ക് ഇറാഖിലെ ജനങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇറാന്റെ പരമോന്നത നേതാവ് മുജ്തബ ഖമേനി സന്ദേശം അയച്ചതായി ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇറാനെതിരായ ആക്രമണങ്ങളിൽ സ്വീകരിച്ച വ്യക്തമായ നിലപാടിനും രാജ്യത്തിന് നൽകുന്ന പിന്തുണയ്ക്കും ഇറാഖിലെ പരമോന്നത മത നേതൃത്വത്തോടും ജനങ്ങളോടും അദ്ദേഹം നന്ദി അറിയിച്ചുവെന്ന് ഇസ്ന വാർത്താ ഏജൻസിയാണ് റിപ്പോർട്ട് ചെയ്തത്. ഇറാഖിലെ ഷിയ പാർട്ടിയായ ഇസ്ലാമിക് സുപ്രീം കൗൺസിൽ ഓഫ് ഇറാഖ് പ്രതിനിധികളും ബാഗ്ദാദിലെ ഇറാനിയൻ അംബാസഡറും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഈ സന്ദേശം കൈമാറിയത്. ഫെബ്രുവരി 28-ന് യുദ്ധത്തിന്റെ തുടക്കത്തിലുണ്ടായ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട മുൻ പരമോന്നത നേതാവ് അയതുള്ള അലി ഖമേനിയുടെ മകനാണ് മുജ്തബ ഖമേനി. പുതിയ നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടുവെങ്കിലും അദ്ദേഹം ഇതുവരെ പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. ഏതാനും രേഖാമൂലമുള്ള പ്രസ്താവനകൾ മാത്രമാണ് ഇതുവരെ പുറത്തുവിട്ടിട്ടുള്ളത്. നേരിട്ട് പ്രത്യക്ഷപ്പെടാത്തത് മുജ്തബയുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചും എവിടെയാണെന്നതിനെ കുറിച്ചും വലിയ ഊഹാപോഹങ്ങൾക്ക് വഴിതെളിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു വ്യോമാക്രമണത്തിൽ പരിക്കേറ്റ മുജ്തബ സുഖം പ്രാപിച്ചു വരികയാണെന്നാണ് ഔദ്യോഗിക മാധ്യമങ്ങളും ചില ഉദ്യോഗസ്ഥരും സൂചിപ്പിക്കുന്നത്. പരമോന്നത നേതാവായി ചുമതലയേറ്റ ശേഷം മുജ്തബ ഖമേനി പുറപ്പെടുവിക്കുന്ന മൂന്നാമത്തെ പ്രധാന സന്ദേശമാണിത്. നേരത്തെ ഒരു പ്രസ്താവനയും പേർഷ്യൻ പുതുവർഷമായ നൗറൂസ് ആശംസയും അദ്ദേഹം നൽകിയിരുന്നു. ടെലിവിഷനിലൂടെ മറ്റൊരു വ്യക്തി വായിച്ച ഈ സന്ദേശങ്ങളെല്ലാം യുദ്ധത്തിന് വിജയം പ്രവചിക്കുന്നവയായിരുന്നു. അതേസമയം ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് ജീവിച്ചിരിപ്പുണ്ടോ എന്ന കാര്യത്തിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സംശയം പ്രകടിപ്പിച്ചു. ഇറാനുമായുള്ള ചർച്ചകളിൽ ഒരു ഉന്നത വ്യക്തിയുമായാണ് തങ്ങൾ ആശയവിനിമയം നടത്തുന്നതെന്നും എന്നാൽ അത് പരമോന്നത നേതാവല്ല എന്നുമാണ് ട്രംപ് പറയുന്നത്. മധ്യപൂർവേഷ്യയിലെ ശക്തി സന്തുലിതാവസ്ഥയെ തന്നെ മാറ്റിമറിക്കാവുന്ന ഈ നീക്കം അമേരിക്കയും ഇറാനും തമ്മിലുള്ള നീണ്ടു നിൽക്കുന്ന സംഘർഷ ബന്ധങ്ങളെ കൂടുതൽ കടുപ്പത്തിലാക്കുമോ എന്ന ആശങ്ക ഇതോടെ ഉയരുകയാണ്. ഇതിനോടകം തന്നെ സാമ്പത്തിക ഉപരോധങ്ങളും നയതന്ത്ര സമ്മർദ്ദങ്ങളും നേരിടുന്ന ഇറാൻ ഇത്തരം സൈനിക ഇടപെടലിനെ അതീവ ഗൗരവത്തോടെ കാണുന്നത് എന്നതിൽ സംശയമില്ല. സമ്പുഷ്ടീകരിച്ച യുറേനിയം എന്നത് സാധാരണ വിഭവമല്ല. അതൊരു രാജ്യത്തിന്റെ പ്രതിരോധ ശേഷിയെ നിർണ്ണയിക്കുന്ന അത്യന്തം നിർണായക ഘടകമാണ്. അതിനാൽ ഇതിനെ പിടിച്ചെടുക്കാൻ കരസേനയെ വിന്യസിക്കുക എന്നത് വെറും സൈനിക നീക്കമായി മാത്രം വിലയിരുത്താനും കഴിയില്ല. മറിച്ച് അത് ആഗോള സുരക്ഷാ രാഷ്ട്രീയത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാവുന്ന ഒരു നിർണായക തീരുമാനം കൂടിയാണ്. ഇത്തരമൊരു നീക്കം യാഥാർത്ഥ്യമായാൽ അത് പുതിയ സംഘർഷങ്ങൾക്ക് വഴിതെളിക്കുമോ അല്ലെങ്കിൽ ഒരു വലിയ ഭീഷണി ഒഴിവാക്കാനുള്ള മുൻകരുതലായി മാറുമോ എന്നതാണ് ലോകം ഉറ്റുനോക്കുന്നത്. ഇതിനിടെ അന്താരാഷ്ട്ര സമൂഹം ഈ വിഷയത്തിൽ എങ്ങനെ പ്രതികരിക്കും? ഐക്യരാഷ്ട്രസഭ അടക്കമുള്ള സംഘടനകൾ എന്ത് നിലപാട് സ്വീകരിക്കും? സഖ്യരാജ്യങ്ങൾ അമേരിക്കയെ പിന്തുണയ്ക്കുമോ എന്നതും നിർണായക ചോദ്യങ്ങളായി ഉയരുന്നു. ആണവായുധ നിയന്ത്രണവും ആഗോള സമാധാനവും തമ്മിലുള്ള സൂക്ഷ്മബന്ധം വീണ്ടും പരീക്ഷിക്കപ്പെടുന്ന ഈ സാഹചര്യത്തിൽ ഓരോ നീക്കവും ലോകത്തിന്റെ ഭാവിയെ തന്നെ സ്വാധീനിക്കാൻ ഇടയുള്ളതാണ്.